നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു എൻട്രി എടുത്തേക്കുന്നത് JSW സ്റ്റീലിലാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കാനുള്ള കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്തു. അതിനുശേഷം 2 ഗ്രീൻ ക്യാൻഡിൽസ് വെച്ചു. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. ആ ബ്രേക്കിന് ശേഷവും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായി നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ എത്തി. 0.5% നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റ് വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എൻട്രി നമ്മളുടെ രീതി വെച്ചിട്ട് വളരെ ബെസ്റ്റ് എൻട്രി ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ ലൈൻ ഇതാണ്. അപ്പോൾ ഇവിടെ വരെ മാർക്കറ്റ് വന്നാൽ 1:2 നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടിട്ടുണ്ട്, ടാർഗറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇനിയപ്പോൾ മാർക്കറ്റിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്യാറാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് പ്രോഫിറ്റിൽ, അതായത് ഏകദേശം 1:1 അടുത്ത് വരെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. അതായത് ഇന്നത്തെ ദിവസം ലോസ് അടിച്ചാലും നാളെയും മറ്റന്നാളും കൊണ്ട് നമ്മുടെ ഈ മാസം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ വ്യാഴവും വെള്ളിയും ഇന്നും ലോസ് കണ്ടിന്യൂസ്ലി വന്നാലും നമ്മൾ പ്രോഫിറ്റിൽ തന്നെ, അതായത് ഈ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി നെറ്റ് പ്രോഫിറ്റിൽ അവസാനിക്കും. കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് ഇതുകൊണ്ട് ഈ മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്, ഈ അടയാളപ്പെടുത്തിയേക്കുന്നത് തൊട്ടിട്ടാണ് 3-ാം തീയതി തൊട്ടിട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ 1:3, 1:3, 1:4, 1:2, 1:2. ഇപ്പോൾ കൂടുതൽ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോസാണ് സംഭവിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ ഈ 1:2ഉം 3ഉം ഒക്കെ വെച്ച് കിട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് 511 രൂപ പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നടക്കം അടുത്ത 3 ദിവസം ഈ മാസം അവസാനിക്കുന്നവരെ ലോസ് അടിച്ചാലും നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നെ കാണിക്കും. കാരണം നഷ്ടം വരുത്തുമ്പോൾ നമ്മൾ മാക്സിമം എത്രയാണ് വരുത്തുന്നത്? 125 രൂപയെ നമ്മൾ ലോസ് വരുത്തുന്നുള്ളൂ. ഈ ഒരു ദിവസം നമ്മൾ 2 ട്രേഡ് എടുത്തായിരുന്നു, അതാണ് ഇവിടെ ഇത് കാണിച്ചേക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് നോക്കിയാൽ കാണാം ഒരു 125 രൂപയ്ക്ക് താഴെ നമ്മൾ ലോസ് വരുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെയും ലോസ് വന്നാൽ 125 വരത്തുള്ളൂ. നാളെയും മറ്റന്നാളും അങ്ങനെ തന്നെ. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ അവസാനിക്കും. ഓക്കെ, അപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ അവസാനിച്ചു എന്ന് വെച്ചാൽ പിന്നെ നമ്മളത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒരു 100 ദിവസം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നെറ്റ് എന്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ലോസിലാണ് അവസാനിച്ചത്. അത് നമുക്കൊരു ഇടയ്ക്കൊരു അബദ്ധം പറ്റിയത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, 1000-ന് ലോസ് വന്നായിരുന്നു. അത് ബൈ മിസ്റ്റേക്ക് ക്വാണ്ടിറ്റി കയറി വന്നിട്ട് സംഭവിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ മാസവും നമ്മൾ പ്രോഫിറ്റിലായിരുന്നു അവസാനിച്ചത് കേട്ടോ. അപ്പോൾ ട്രേഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇവിടെ എൻട്രി എടുത്തു, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. മാർക്കറ്റ് 2-1 ഹിറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി ലോസ് അടിച്ചാലും നമ്മൾ മാനസികമായി ഷേക്കണാവേണ്ട കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, വേഴ്സ്റ്റ് കേസ് സംഭവിച്ചാൽ പോലും നമ്മൾ ഈ മാസം പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമുക്ക് ഒരു എഡ്ജ് തരുന്നുണ്ട് ഉറപ്പായിട്ടും. ഒപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ നമ്മളുടെ ബുദ്ധിയോ ഇല്ല നമ്മുടെ സ്ട്രാറ്റജിയോ ഒന്നും അല്ല നമ്മളെ മാർക്കറ്റിൽ വിജയിപ്പിക്കുന്നത്. അത് നമ്മുടെ മണി മാനേജ്മെൻറ്റും നമ്മുടെ റിസ്ക് റിവാർഡുമാണ്. റിസ്ക് റിവാർഡ് നമ്മൾ എപ്പോഴും മിനിമം 1:2 വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലോങ് റൺ, ഇപ്പോൾ 10 ട്രേഡ് നിങ്ങളെടുത്ത 10 ട്രേഡ് ഒന്നും നിങ്ങൾ വിജയിക്കേണ്ട, അല്ലെങ്കിൽ 100 ട്രേഡ് നിങ്ങളെടുത്താൽ 100 ട്രേഡ് നിങ്ങൾ വിജയിക്കേണ്ട. 100 ട്രേഡ് എടുക്കുമ്പോൾ 40 ട്രേഡ് മാത്രം വിജയിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നല്ലൊരു റിസ്ക് റിവാർഡ് ആണ് 1:2 എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 40 ട്രേഡ് മാത്രം വിജയിച്ചു 60 ട്രേഡ് തോറ്റാലും നിങ്ങൾക്ക് നെറ്റ് നല്ലൊരു പ്രോഫിറ്റിൽ വരാൻ പറ്റും. നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ 40% വിൻ റേഷ്യോ ഉള്ളെങ്കിൽ പോലും നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിളായിട്ടുണ്ടാവും. അതായത് 100% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കണക്ക് സെപ്പറേറ്റ്, ആ കാൽക്കുലേഷൻ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇല്ലെങ്കിൽ വീഡിയോ കുറച്ചധികം നീണ്ടുപോകും. ഓക്കെ,
മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്താണ്. നമുക്കൊന്ന് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസിന് നമ്മൾ ആക്ച്വലി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് രണ്ടിലൊന്നേ കിട്ടത്തുള്ളൂ. അതിപ്പോൾ മാർക്കറ്റിനെ പറ്റി എത്ര പഠിച്ച ആളായാലും ശരി, ഒന്നും അറിയാൻ പാടില്ലാത്ത ആളായാലും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. അപ്പോൾ ലോസ് എടുക്കാനുള്ള ധൈര്യം വരാത്തത് കൊണ്ടിട്ടാണ് പല ആൾക്കാരും 100 ട്രേഡ് എടുത്താൽ 100 ട്രേഡും പ്രോഫിറ്റ് ആകണമെന്ന ആഗ്രഹത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിവിടെ സാധിക്കുന്നൊരു കാര്യമല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം എടുത്താലും നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ തന്നെയാണ്. അപ്പോൾ ലോസ് അഫോർഡബിൾ ആക്കുക. ഒരു ദിവസം എനിക്ക് എത്ര പൈസ കളയാൻ പറ്റും അതുമാത്രം നമ്മൾ ലോസ് കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ, ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 125 രൂപ വെച്ചിട്ടാണ് ഒരു ദിവസം ലോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് ഞാൻ കണക്ക് കൂട്ടിയത് 10,000 രൂപ. ഈ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ 5,000 റുപ്പീസിൻ്റെ ട്രേഡേ ഞാൻ ഒരു ദിവസം എടുക്കത്തുള്ളൂ. അപ്പോൾ 5,000 റുപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലിവറേജും കൂടെ കിട്ടുമ്പോൾ നെറ്റ് 25,000 റുപ്പീസിൻ്റെ ട്രേഡ് 5,000 റുപ്പീസ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് 125 രൂപയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട മൊത്തം തുക എത്രയാണ്? 10,000 രൂപ. അപ്പോൾ 125 രൂപ വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ 10,000 രൂപ വാഷ് ഔട്ട് ആകണമെങ്കിൽ, ഇല്ലാതാകണമെങ്കിൽ 10,000/125, അതായത് 80 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടാതെ തുടർച്ചയായി 80 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മാത്രമേ എൻ്റെ അക്കൗണ്ട് സീറോ ആകത്തുള്ളൂ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 40 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മാത്രമേ 5,000 ഇട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് കുറയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതായത് അക്കൗണ്ടിൽ 10,000 ഉണ്ട്, 5,000 ഡിപ്ലോയ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് 40 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മാത്രമേ ഈ 5,000-ൽ നിന്ന് എനിക്ക് താഴോട്ട് കുറയ്ക്കേണ്ടി വരുള്ളൂ. സോ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പോലും 40 ദിവസം ട്രേഡ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും 40 സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അത് 1:2 ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു, പല ദിവസങ്ങളിൽ നമുക്ക് അടുപ്പിച്ചതാ 1:3, 1:3, 1:3, 3 ദിവസം അടുപ്പിച്ച് 1:3 കിട്ടി. ഒരു ദിവസം 1:4 കിട്ടി. ഇപ്പോൾ അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 5-6 ദിവസം കണ്ടോ, സം നോക്കിക്കഴിഞ്ഞാൽ 6 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കഴിവോ ഇല്ലെങ്കിൽ ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെയും കഴിവൊന്നുമല്ല. മാർക്കറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടും, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. നമ്മൾ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ 100 തവണ ടോസ് ചെയ്താൽ നോർമലി അതിൻ്റെ പ്രോബബിലിറ്റി പറയുന്നത് എത്രയാണ്? 50% ഓഫ് ടൈം ടൈല് വീഴും, ബാക്കി 50% സമയം ഹെഡ് വീഴും. അതങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ നമ്മൾ പേടിക്കേണ്ട. അതായത് സൈക്കോളജിക്കലാണ് ട്രേഡിങ്. 75%-ലധികവും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലാണെന്ന് പറയുമ്പോൾ തന്നെ ആ സൈക്കോളജി ഇതാണ്: നമ്മൾ ആ ലോസ് കൊടുക്കാൻ തയ്യാറാവുക. അതിന് മടി കാണിക്കുമ്പോൾ, അതായത് ഇന്ന് ലോസ് എനിക്ക് സംഭവിച്ചു, അതെനിക്ക് തിരിച്ചു പിടിക്കണമെന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോഴാണ് എനിക്ക് കൂടുതൽ നഷ്ടം വരാനുള്ള സാധ്യത. ഉദാഹരണം ഞാൻ തന്നെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ലോസ് കൊടുത്ത് ഓരോ ദിവസവും 100 രൂപയിൽ താഴെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു ദിവസം എനിക്ക് തോന്നി ഇന്ന് തന്നെ അത് തിരിച്ചു പിടിക്കണമെന്ന് തോന്നി. അന്ന് നമ്മൾ പോയിട്ട് ഒരു ട്രേഡും കൂടെ എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? 2 ലോസ് കിട്ടി. അപ്പോൾ 125 രൂപയിൽ കൂടുതൽ എനിക്ക് ലോസ് വന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകാൻ പോകുന്നു. അതിൻ്റെ തൊട്ടടുത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ലോസ് അടിക്കുന്നത് ഒരു തെറ്റല്ല, നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല ലോസ് അടിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരാളും സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല വിജയിക്കാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ വിജയിക്കുന്നത് എല്ലായ്പ്പോഴും മാത്തമാറ്റിക്സ് വെച്ചിട്ടായിരിക്കും. റിസ്ക് റിവാർഡ് 1:2 വെച്ചിട്ട് ഫോളോ ചെയ്യുക. അത് ടൈറ്റായിട്ട് കീപ്പ് ചെയ്യുക. ₹27.60 നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ച് ട്രേഡ് നിർത്തും. അത് ഹിറ്റാകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് സംഭവിക്കാനുള്ള നമ്മുടെ ടാർഗറ്റ് ഹിറ്റാകുക എന്നുള്ളതാണ്. കിട്ടിയാൽ നല്ലത് തന്നെ.
ഇനി ഇന്നും നാളെയും മറ്റന്നാളും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. നമ്മളപ്പോഴും ഈ മാസം പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ട്രേഡിംഗ് എഡ്ജ്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവുക, അത് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതികളിൽ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായൊരു കണക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുക. നമ്മൾ ഒരേ പാറ്റേൺ, ഇപ്പോൾ ബ്രൂസ് ലീ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, 1000 ടെക്നിക്സ് അല്ലെങ്കിൽ 1000 ടൈപ്പ് ഓഫ് പഞ്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ അല്ല എനിക്ക് ഭയം, ഒരേ ഒരു ടൈപ്പ് പഞ്ച് 1000 തവണ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഒരാളെയാണ് എനിക്ക് പേടി. കാരണം അയാൾക്ക് ഒരു പഞ്ചേ അറിയത്തുള്ളൂ, പക്ഷേ ആ പഞ്ചിൽ അയാളായിരിക്കും വേൾഡ് മാസ്റ്റർ. അപ്പോൾ ആ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും തകർന്നു പോകും. അതാണ് ലോകത്തെ ഏറ്റവും നല്ല മാർഷൽ ആർട്സ് കലാകാരനായിട്ടുള്ള ബ്രൂസ് ലീക്ക് പോലും പറയാനുള്ളത്. സോ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾ ഡെയിലി ട്രേഡ് എടുക്കുക. പ്രോഫിറ്റ് ആയിക്കോട്ടെ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല. നമ്മൾ 100 ദിവസം ചെയ്താൽ നമുക്ക് ബൈ ഡിഫോൾട്ട് പ്രോഫിറ്റിലേ വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതിനൊരു ഉദാഹരണം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം ഈ മാസം കൂടുതൽ നമുക്ക് ലോസാണ്. ഇപ്പോൾ നാളെയും മറ്റന്നാളും ലോസ് ആയാലും നമ്മൾ പ്രോഫിറ്റിലേ അവസാനിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഇത് ഹിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുവാണ്. ഇത് ഹിറ്റായതിന് ശേഷം നിങ്ങളോട് ഞാൻ അറിയിക്കാം. ഓക്കെ, മാർക്കറ്റ് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം. എന്തായാലും കുറച്ച് നേരം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്ത് ടാർഗറ്റും സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രേഡിന് മുന്നിലിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ടാർഗറ്റോ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ട്രിഗർ ആകുമ്പോൾ നമുക്ക് എന്തായാലും അലർട്ട് വരും. അതല്ല എങ്കിൽ നമുക്ക് എവിടെ എത്തുമ്പോഴാണോ അറിയേണ്ടത് ആ പ്രദേശങ്ങളിൽ അലർട്ട് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ആ അലർട്ട് അടിക്കുമ്പോൾ മാത്രം നമ്മൾ അതിലേക്ക് നോക്കിയാൽ മതി. ഇതിനിടയ്ക്കുള്ള ഈ സമയം നമ്മളിങ്ങനെ നോക്കി വെറുതെ ബോറടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് നോക്കിയിരുന്നുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇതിപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിനടുത്തേക്ക് എത്തുമ്പോൾ വന്ന് നോക്കുന്നു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 നല്ലൊരു ബുള്ളിഷ് മൂവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് താഴത്ത് പോകാതെ അങ്ങനെ അങ്ങ് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ താഴെ പോകുന്നെങ്കിലും പിന്നെ അത് അവിടെ തന്നെ മുകളിലേക്ക് പോവുകയാണ് മാർക്കറ്റ് പോകുന്നതിനൊപ്പം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ട്രിഗർ ആയേക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ചധികം സമയമായിട്ട് വോളിയം വന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ബൈയിങ് സൈഡിലേക്കാണ്. നിഫ്റ്റി പുതിയ ഹൈ വെക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ തിരിച്ച് താഴത്തേക്ക് തന്നെ പോന്നേക്കാം. എന്ത് തന്നെയായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് നോക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ ട്രിഗർ ആകുമ്പോഴത്തേക്ക് അറിയിക്കാം. ഓക്കെ, മാർക്കറ്റ് അങ്ങനെ വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 27 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 60 പൈസയും കൂടെ ഉള്ളൂ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക്. അപ്പോൾ അത് ട്രിഗർ ആകുവാണെങ്കിൽ നമുക്കതൊന്ന് കണ്ടേക്കാം. ഇൻഡെക്സ് നല്ല ബുള്ളിഷായിട്ട് പോവുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഫസ്റ്റ് 1 മിനിറ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ആ ക്യാൻഡിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. 90% ഓഫ് ടൈമും നമ്മളതങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ക്യാൻഡിൽ ഫസ്റ്റ് 1 മിനിറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തു, അതിനുശേഷം ബാക്കി കംപ്ലീറ്റ് മുകളിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഇതിപ്പോൾ ഫസ്റ്റ് 1 മിനിറ്റ് താഴത്തേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്
ഒരുപക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൽ തന്നെ ട്രിഗറായി പോയേക്കാം. അപ്പോൾ ആ സാധ്യത കൂടുതൽ ഈ ക്യാൻഡിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനാണ്. അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് ഈ ക്യാൻഡിൽ താഴത്തേക്ക് തന്നെ മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ നഷ്ടം ഉടനടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതെല്ലാം പറയുന്നത് 100% അതങ്ങനെ നടക്കും എന്നല്ല കേട്ടോ. കൂടുതൽ തവണ അതാണ് സംഭവിച്ച് നമ്മൾ കണ്ടേക്കുന്നത്. അതാണ് എല്ലായ്പ്പോഴും ഇതൊരു പ്രോബബിലിറ്റിയാണ്. അടുത്ത നിമിഷം എങ്ങനെ എന്ത് സംഭവിക്കും എന്നിവിടെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. അതാണ് യാഥാർത്ഥ്യം. നിഫ്റ്റിയും താഴത്തേക്ക് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നോക്കട്ടെ. മാർക്കറ്റ് കഴിഞ്ഞ ക്യാൻഡിലിൽ നല്ലൊരു വോളിയത്തോടു കൂടി പ്രീവിയസ് ലോയെ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ പാറ്റേൺ ഫസ്റ്റ് ടൈം മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് മേ ബി ആവാം. അതിനുശേഷം അത് തിരിച്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോരുവാണ്. ഇനിയിപ്പോൾ ഇത് താഴത്തേക്ക് പോരണമെങ്കിൽ ഇനി വെക്കുന്ന ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഇവിടെ ക്രോസ് ചെയ്ത് മുകളിൽ പോകാതെ, ഈ 2 പോയിന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോകാതെ ഒരു റീടെസ്റ്റ് ഇവിടം വരെ വെച്ചിട്ട് തിരിച്ച് ഇത് താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നാലായിരിക്കും നമ്മുടെ സൈഡിലേക്ക് വരാനുള്ള കൂടുതൽ സാധ്യത. അപ്പം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പല ട്രേഡിലും പാറ്റേൺസിനെ പറ്റി കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഈ പാറ്റേൺസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പാറ്റേണൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും അന്നത്തെ ആ പ്രൈസ് ആക്ഷൻ്റെ ഇതൊക്കെ വളരെയധികം ലാഗ് ചെയ്ത് തള്ളിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പാറ്റേൺസൊക്കെ നോക്കിയിരിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പക്ഷേ പാറ്റേൺസ് പലപ്പോഴും ഇതിപ്പോൾ സാധ്യതകൾ മാത്രമാണല്ലോ. അപ്പോൾ പലപ്പോഴും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിളായി തോന്നിയിട്ടില്ല. ഇൻഡെക്സ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഇന്നലെ ഒരു ഹൈ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആ ഹൈയെ ബ്രേക്ക് ചെയ്തു. മുകളിൽ നിന്ന് നമുക്ക് റെഫറൻസ് പോയിന്റുകളൊന്നുമില്ല. ഓൾ ടൈം ഹൈയിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു, പ്രൈസ് ആക്ഷൻ നമുക്ക് ഏത് മാർക്കറ്റിലും പറ്റുമോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ പറ്റുമോ? അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഈ 2 പോയിന്റുകളാണ് ഇന്നലത്തെ ഹൈയും ലോയും. നമ്മൾ അതൊന്നും മെഷർ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ താഴത്തേക്ക് കളന്നു കഴിഞ്ഞാൽ 0.82% ആണ് ഇന്നലെ മാർക്കറ്റ് മൂവ് ചെയ്തത്. ഇത് അതേപടി നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചാൽ നമുക്കിവിടെ കാണാം, നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മെഷറിംഗ് ടൂൾ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് പോയത് വെച്ചിട്ട് ഇന്ന് മാർക്കറ്റിന് ഇവിടെ വരെ വേണമെങ്കിൽ പോകാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റ് എത്തുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയാറുള്ളത്, മാർക്കറ്റിൻ്റെ മധ്യഭാഗം വരെ മാർക്കറ്റ് മിനിമം പലപ്പോഴും ഒരു 90% സമയം എത്താറുണ്ട്. അങ്ങനെ നമ്മൾ മധ്യഭാഗം ഇവിടെ കണ്ടുപിടിച്ചു. ഇതാ ഈ പോയിന്റിലേക്ക് മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റിന് വേണമെങ്കിൽ റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയാൽ ഇവിടെ വരെ മാർക്കറ്റിന് പോകാം. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ മുന്നിലേക്കൊരു പ്രൈസ് ആക്ഷൻ പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇന്നലത്തെ പ്രൈസ് ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്കിവിടെ മെഷർ ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി പ്രൈസ് ആക്ഷന് ഇന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ ഫോറക്സ് ആണോ, ഷെയർ ആണോ, ഫ്യൂച്ചേഴ്സ് ആണോ, ഓപ്ഷൻസ് ആണോ, ഇതൊന്നുമില്ല. പ്രൈസ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലോസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ പ്രോഫിറ്റിലേക്ക് വന്നേക്കാം. ട്രേഡ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 12:30 ആയിട്ടുള്ളൂ. ഇനിയും നമുക്കൊരു 3 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എടുത്തേക്കാം.
എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടെ പോസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളൊരു ക്യാൻഡിൽ പ്രോഫിറ്റിൽ വന്ന് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചധികം നേരത്തേക്ക് നമ്മളൊന്ന് പോസ് ചെയ്ത് വെക്കാൻ പോകുകയാണ്. കാരണം ഇതിപ്പോൾ വീഡിയോ കുറച്ചധികം ലെങ്തായി കാണും. അപ്പോൾ സ്റ്റോപ്പ് ലോസോ ഇല്ലെങ്കിൽ ടാർഗറ്റോ ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാനത് അറിയിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിന്നിപ്പോൾ ട്രേഡ് എടുത്തിട്ടൊരു 4.5 മണിക്കൂറാകുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഇട്ടത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന് നോക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മൾ ഒരു റേഞ്ച് ഇവിടെ കാണാൻ പറ്റും. അതായത് മാർക്കറ്റ് ഇവിടെ വരെ വന്ന് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, പിന്നീട് വീണ്ടും അവിടുന്ന് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് തന്നെ കാണിക്കുവാണ്. അപ്പോൾ ഇതൊരു റേഞ്ചായിട്ട് നമ്മൾ കണക്ക് കൂട്ടാം. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഏകദേശം ഇതേ സ്ഥലത്ത് താഴത്തെത്തിയപ്പോഴാണ് അതേ പ്രൈസിൽ വെച്ച് മാർക്കറ്റ് വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണ് കാണുന്നത്. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇത് ബ്രേക്ക് ആയാൽ മാർക്കറ്റ് എവിടെ വരെ ഓടാൻ സാധ്യതയുണ്ട്, എങ്ങോട്ട് വരെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇത്രയും തന്നെ, അതായത് മുകളിലേക്ക് എത്രയാണോ റേഞ്ച് വെച്ചത് അത്ര തന്നെ താഴത്തേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതായത് എല്ലായ്പ്പോഴും അങ്ങനെയൊന്നുമല്ല, 90% സാധ്യത ഇത് താഴത്ത് ഈ ഒരു പോയിന്റ് വരെ വരാനായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ ഇനി സപ്പോർട്ടുള്ളത് എവിടെയാണ്, ഇവിടെയാണ്. സോ ഇവിടെ വരെ മാർക്കറ്റ് വരുമെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ടാർഗറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ബ്രേക്കായി കിട്ടണം. ഇവിടെ ഇത് ബ്രേക്കായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഒരു ഫോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നമ്മൾ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഇന്ന് ഹൈ വെച്ചു, റിജക്റ്റായി, വീണ്ടും ഹൈയിൽ വന്നിട്ട് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് താഴത്തേക്ക് ഫോൾ ചെയ്യുവാണെങ്കിൽ സെയിം ടൈം നമുക്കിവിടെയും ഒരു ഫോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഹൈയിൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റോക്ക് ലോയിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്കായി താഴത്തേക്ക് പോന്നാൽ നമുക്കിന്ന് ടാർഗറ്റ് കിട്ടിയേക്കാം. എന്തായാലും അതിനുശേഷം നിങ്ങളെ ഞാൻ അറിയിക്കാം. ഓക്കെ, നമ്മുടെ സമയം ഇന്നത്തെ അവസാനിക്കുവാണ്. നമുക്ക് 3 മണിയോട് കൂടെ അല്ലെങ്കിൽ 3:10 ട്രേഡ് എക്സിറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കർ അത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു 50 രൂപ ചാർജും കൂടെ വരും. സോ ദാറ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒന്ന് മൂവ്മെൻ്റ് ഒന്ന് നോക്കും. എന്നിട്ടൊരു 125 രൂപയ്ക്ക് മുകളിൽ കിട്ടിയാൽ എക്സിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ടാർഗറ്റ് ഓർഡർ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ടാർഗറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മളുടെ പൊസിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ എക്സിറ്റ് എടുക്കാം. ഓക്കെ, നമ്മളെന്തായാലും എക്സിറ്റ് എടുത്ത് പോരുവാണ്. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് ക്ലിയർ ചെയ്യുവാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളതെല്ലാം ക്ലിയർ ചെയ്തു. നമുക്കിന്ന് കിട്ടിയേക്കുന്നത് എന്താണെന്ന് നോക്കാം. 118 രൂപ 80 പൈസ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി 1:1 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ നെറ്റ് ആ മന്ത്ലി എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് തരാനൊക്കെ ഉപകാരപ്പെടും. ഒപ്പം നമ്മൾ എന്താണോ ചെയ്തത് അത് നമുക്ക് പിന്നോട്ടെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകണം. നമ്മളിന്ന് ട്രേഡ് എടുത്തത് JSW സ്റ്റീലിലാണ്. JSW സ്റ്റീലിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 118 രൂപ 80 പൈസയാണ്. നമ്മുടെ പ്രോഫിറ്റിൽ ഒരു ദിവസം കൂടെ പ്രോഫിറ്റായി. നമുക്ക് കിട്ടിയേക്കുന്നത് 0.5% ആണ്.
റിസ്ക് റിവാർഡ് 1:1 ആണ്. ഇപ്പോൾ നമ്മുടെ ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് 630 അതായത് അടുത്ത 2 ദിവസം കൂടിയാണ് ഇനി ഈ മാസം ക്ലോസ് ചെയ്യാൻ നമുക്കുള്ളത്. ഈ 2 ദിവസവും സ്റ്റോപ്പ് ലോസ് വന്നാലും നമ്മൾ ഈ മാസം നെറ്റ് പ്രോഫിറ്റിൽ കലാശിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.